ക്ലിയർ ക്ലിയർ. എന്താ ദേഷ്യപ്പെടുന്നത്? അയ്യോ, ഞാനുള്ളതൊക്കെ അറിയാമോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാ നിനക്കും കൂടെ വേണ്ടിയില്ലേ ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ടത് ഇങ്ങനെ. വല്ലാത്ത കഷ്ടപ്പാടായി പോയോട്ടോ. എന്തുവായിരുന്നു അത്ര കഷ്ടപ്പാട്? 2 ആഴ്ച അവിടെ പോയി കുറെ കിടന്ന് ഓടി. ആണോ? ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അതൊക്കെ അറിയായിരുന്നു. അത് പിന്നെ എനിക്ക് അറിയാതിരിക്കോ? ആ, തുടര് തന്നെ. എന്ത് അങ്ങനെ പെട്ടെന്ന് അനേ കൂടെ കണ്ടാ? ആ അതെ. അയ്യോ, ഇപ്പൊ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കെയർ വാരി ഇടല്ലേ? കേറുവാരില്ല. ആ പിന്നെ എന്തുവാ? നമ്മളെ കൊച്ചിലെ ഈ മറ്റേ സസ്പെൻഷൻ ബേബി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മോശമില്ലേ? അതല്ലേ ഞാൻ ഇങ്ങനെ കിടന്ന് ഓടിയതിനു വേണ്ടി കിടന്ന്. നമ്മുടെ കൊച്ചിനെ ആര് സസ്പെൻഷൻ ബേബി എന്ന് വിളിച്ചു? അല്ല അങ്ങനെ വിളിച്ചെന്നല്ല, പിന്നെ വിളിച്ചാലോ സസ്പെൻഷന്റെ സമയത്താണല്ലോ നീ പ്രഗ്നന്റ് ആയത്. അപ്പൊ പിന്നെ അയ്യോ അയ്യോ, ആരും അങ്ങനെ വിളിക്കത്തില്ല കേട്ടോ. നീ എന്നാ പൊക്കത്തിന് പ്രൊമോഷൻ ബേബി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്റെ കൊച്ചിനെ വിളിച്ചാലുണ്ടല്ലോ അപ്പൊ എന്റെ സ്വഭാവം മാറും. എടി ഇപ്പൊ നീ മറ്റേ നിന്റെ ബിടെക് സ്വഭാവത്തിന്റെ അടുത്ത് ആരും ഒന്നും പറയൂല്ലോ. പക്ഷെ നീ ഇല്ലാത്തപ്പം കൊച്ചിനാരെ അങ്ങനെ കളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ തൊട്ടുമാര് തന്നെ. ഓ പിണങ്ങിയിരിക്കണ അല്ല, ഞാൻ കൂട്ടുകൂട്ടിയിരിക്കുന്നു. വേണ്ട, നീ മിണ്ടിപ്പിക്കാതെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ? എനിക്കങ്ങ് വേണ്ട നിങ്ങളുടെ സാധനം ഒന്നും. ഓ അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നിട്ട് ഇവിടുന്ന് തുള്ളിച്ചാടി പോയിട്ട് ആ സസ്പെൻഷന്റെ കാര്യം ശരിയായോ? എവിടെ? അല്ല അങ്ങനെയല്ല, ശരിയാവും. പേപ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്, ശരിയായ മാത്രം മതി. എന്റെ പൊന്നു ശിവേട്ട, ഇപ്പൊ ഉള്ള ജോലിയും കൂടെ പോവോ? ലാസ്റ്റ് ഡിസ്മിസൽ അടിച്ച് കിട്ടുവോ? ഒന്നും കിട്ടൂല. അങ്ങനെയാണോ അത്? ഒന്നും കിട്ടൂല നിങ്ങളുടെ കാര്യത്തില്. അല്ല ജോലി പോവൂലെന്ന് പിണങ്ങാടി. പിണങ്ങാതെ സാധനം കൊണ്ടത് വേണോ? ഇപ്പൊ കഴിക്കാനുള്ളത് വല്ലതാണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ എല്ലാം ഛർദ്ദിച്ചു ഒക്കെ ഉള്ളു. പിന്നെ നിങ്ങൾ കോരുവോ? അപ്പൊ കോരണ്ടേ? അപ്പൊ വേണ്ടേ? കഴിക്കാനുള്ളതാണ് എനിക്ക് വേണ്ട. കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്തുവാ? അല്ലെങ്കിൽ ഇത് സംഭവം ഉണ്ട്, ഞാൻ പിന്നെ വാങ്ങിച്ചാൽ. ഇപ്പൊ ഒന്നും വാങ്ങിച്ചില്ല. നിങ്ങൾ എന്ത് ഭർത്താവാ മനുഷ്യ? അയ്യോ, അതിന്റെ ടോൺ അങ്ങനെയല്ല പെങ്കു. പിന്നെ വേണ്ട, നിങ്ങൾ എന്തൊരു ഭർത്താവാണ് ശിവേട്ടാ. അങ്ങനെ പറഞ്ഞു നോക്ക്. അങ്ങനെ ആണെങ്കിൽ ഉണ്ടെങ്കിലോ ഭാര്യക്ക് വല്ലതും വാങ്ങിച്ചോണ്ട് വരണമായിരുന്നു. ഒരു വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ കൊള്ളരാത്തവനാവൂ. ആവും. ഇത്രയും വന്നിട്ട് ഹോസ്പിറ്റലിൽ പോലും വരാത്ത ഭർത്താവ് ഒരു കുന്തവും വാങ്ങിച്ചോണ്ട് വരാത്തപ്പോ കൊള്ളരാത്തവനാവും. ഉറപ്പാണോ? എന്നാ വാങ്ങിച്ചോണ്ട് വരാം. നീ വാങ്ങിച്ചോണ്ട് വരാം. ഇനി ഇവിടെ നിന്നാലേ ഞാൻ നിങ്ങളെ വല്ലതൊക്കെ പറയും. അതുകൊണ്ട് നീ പോണം. നീ കിടക്ക്, ഞാൻ പോവാം. വേണ്ട, ഞാൻ പോക്കോളാം. എന്നാ നീ സന്തോഷിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ സന്തോഷിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്തുവാ? എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നു. എന്റെ പൊന്നു മനുഷ്യൻ, എനിക്കിപ്പോ അല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞാൻ വിളിച്ചില്ല, അമ്മ വരണ അതൊരു രീതിയില്ലേ? വേണ്ട എനിക്ക് ആ രീതി. ഓ എന്താണ് എന്റെ അമ്മ വരണമെന്ന് നിനക്ക് ഇത്ര പുച്ഛം? പുച്ഛിച്ചതല്ല, ഇവിടുന്ന് മറ്റേ തെങ്ങുംതോപ്പിന്റെ അളവെടുക്കാനെന്ന് പറഞ്ഞിട്ട് പോയ ആളാണോ? പിന്നെ മാഞ്ഞു പോയതാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പൊ നിനക്ക് വരാത്താണോ കുഴപ്പം? അല്ല അല്ല, ഇപ്പൊ വരണ്ട. അതിപ്പോ സമയൊക്കെ ആവുമ്പത്തേക്കും വിളിച്ചാൽ മതി. അതല്ലേ അമ്മ പറഞ്ഞത്. അങ്ങനല്ല, പിന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ വേണ്ട എന്തായാലും. ഇപ്പൊ എനിക്ക് ഒട്ടും വയ്യ. ഇനി വന്നു കഴിയുമ്പോഴത്തേക്കും പറയും, കണ്ടോ ഇങ്ങനെയാണോ, ഇത് കഴിക്കാത്ത എന്താ, എന്റെ മോന്റെ കുഞ്ഞല്ലേ. ഇതൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ ഉള്ളവരുടെ തന്നെ കഴിക്ക് കിടക്ക്, ഇത് കേൾക്കാൻ വയ്യ. എനിക്കിപ്പോ BP കൂടണോ? എങ്കിൽ ഇവിടെ വന്ന് വെറുതെ ഇരിക്കും. എന്നിട്ട് അമ്മനെ വിളിച്ചിട്ട് പറ ഇപ്പൊ വരണ്ട, എங்களுக்கு തീരെ വയ്യ, ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് ആരും വരണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്ത് എന്ത് മകളെ? അച്ഛാ, ശിവമാമന്റെ സസ്പെൻഷൻ മാറിയോ? അവന്റെ അടുത്ത് പോയി ചോദിക്കൂ. അല്ല, സസ്പെൻഷൻ മാറിയാലേ മാമന് സ്ഥലം മാറ്റം ഉണ്ടാവുമെന്നാ തോന്നുന്നത്. മക്കളാണ് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ. അതല്ല അച്ഛാ, സ്ഥലം മാറ്റേ അട്ടക്കുളത്തോട്ട് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എങ്ങനെ അറിഞ്ഞു? ഞാനൊരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. അല്ല അമ്മ, ഒളിഞ്ഞിന്ന് കേട്ടതാ ചേച്ചി. ഒളിഞ്ഞെന്ന് കേട്ടാ? ചുമ്മാ കള്ള പറയല്ലേ കണ്ണാ? കള്ളമല്ല, നേരത്തെ ചേച്ചി അച്ഛന്റെ മുറിയുടെ അവിടെ വെച്ച് ഒളിഞ്ഞിന്ന് കേട്ട് ഞാൻ കണ്ടതാ. അതച്ചാ, ഞാനേ അപ്പച്ചിയോടൊരു കാര്യം ചോദിക്കാൻ പോയപ്പോ മാമൻ ഫോണിൽ ഓരോന്ന് പറയുന്ന കേട്ടു. അങ്ങനെ അവിടെ നിന്നപ്പം അങ്ങനെ കേട്ട്. അച്ഛൻ മനഃപൂർവ്വം ഞാൻ കേൾക്കുന്നതല്ലല്ലോ, അറിയാതെ ഇതൊക്കെ എന്റെ ചെവി വീണു പോകുന്നല്ലേ. അങ്ങനെ പറയാതെ കേക്കണ്ട. ഓ
വഴക്കാ അച്ഛൻ്റെ മക്കള് വഴക്കാ? എടാ നിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്റെ കാര്യം ട്രാൻസ്ഫറിന്റെ കാര്യം. അളി ചുമ്മാ കളിയാ പിന്നെ കിളിവെല്ലാം കാട്ടി ഞാൻ ആ ടെൻഷനാവും ചുമ്മാ. ഞാൻ ഒരു കൗതുകത്തിന് അച്ഛനോട് ചോദിച്ചതാ വെറുതെ. ഇപ്പൊ കൗതുകത്തിന് അങ്ങനെ ചോദിക്കാനും വേണ്ട. മകള് കയറിപ്പോ. ഓ ശിവമാനുമായിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ചെല്ലിപ്പോ. ഡേയ് നിന്റെ കൂടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു വിട്ടത്. ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ബാ ഇരിക്കാൻ നീ സമാധാനമായിട്ട് കേൾക്കണം. മനുഷ്യൻ സമാധാനം പോയാലും ഇനി എന്തെന്ന് പറ. എടാ പിന്നെ പൈങ്കിളിയുടെ പ്രഗ്നൻസിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻ എന്തോന്നു? പിന്നെ പയ്യെ പറ. അത് ഒരു 6 മാസം വരെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണ്. കുഞ്ഞിനും അമ്മയ്ക്കും പ്രശ്നങ്ങളാണ്. ഓ എന്തോന്നാളി എന്നിട്ട് ഇത് അളി ഇപ്പോഴാ പറയണത്? അളി ഇങ്ങനെ ആരും പറയാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഇവിടെ ഉള്ളവരൊന്നും അറിയണ്ടേ? എന്താണ് അളി ഉദ്ദേശിച്ചത്? ടെൻഷൻ എടുപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് പറയാതിരുന്നു. ഇവിടെ വേറെ ഇന്ന് പറഞ്ഞ് ഇവക്ക് പോലെ പറ്റിപ്പോയത് ചെയ്യും. ആർക്കും ഒന്നും പറ്റാൻ വേണ്ടി പയ്യെ പറയടാ. അയ്യ പറയാം ഇവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പൈങ്കിളി അടുത്ത് മാത്രമേ പറയാതെ ഉള്ളൂ. അപ്പൊ കൊല്ലം പറ്റിയെന്നെങ്കില എടാ നീ ടെൻഷൻ അടിക്കാതെ. ടെൻഷൻ അടിക്കാതെന്ന് പറഞ്ഞ അളിയ എന്റെ അടുത്തെങ്കിലും ഒന്ന് പറയണ്ടേ അളിയാ? തലയിറങ്ങി വീഴാം. നീ അവിടെ എവിടെയെങ്കിലും തലയിറങ്ങി വീഴുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയാതെ നിന്റെ നേരിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് പറയായിരുന്നു. നീ എവിടെ പോണത്? ഞാൻ അപ്പച്ചൊന്ന് കാണണ്ട്. ഇങ്ങോട്ട് വാടാ.